നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനാ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സാർ അകത്തേക്ക് വരണം. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഞാനാ നിങ്ങളുടെ കേസ് ഇപ്പം അന്വേഷിക്കുന്നത്. വരൂ സാർ, ഇരിക്കാം. ഇരിക്കാം സാർ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. എല്ലാരെയും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അനന്ത, വിളിക്കാലോ. മോളെ സ്നേഹ. സാറ് പറഞ്ഞത് പ്രകാരം അന്ന് ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോയതുമില്ല, നിങ്ങളുടെ ബന്ധുക്കളല്ലാതെ ആരും ഇവിടേക്ക് വന്നതുമില്ല. അതെ സർ. അന്ന് 6 മണി മുതൽ CCTV ഓഫായിരുന്നു. CCTV എങ്ങനെ ഓഫായെന്ന് അറിയില്ല സർ. സാധാരണ ഇതുപോലുള്ള ഫംഗ്ഷൻ നടക്കുമ്പോൾ CCTV ഓഫ് ചെയ്യാറുണ്ടോ നിങ്ങൾ? ഇല്ല, ചില സമയങ്ങളിൽ താനും ഓഫാവാറുണ്ട്. അതുപോലെ തന്നെ ശരിയാകാറുമുണ്ട്. ഓപ്പറേറ്റർ വന്ന് നോക്കിയിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ചിലപ്പോ സാധാരണ പോലെ ഓഫായതാവും. അതല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഓഫ് ചെയ്തതും ആവാം. ഈ കൂട്ടത്തിൽ ആരാ അർച്ചന? ഞാനാ സർ. അർച്ചനയാണ് കേക്ക് ഓർഡർ ചെയ്തതും കൈപ്പറ്റിയതും അല്ലേ? അതെ സർ. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല അവർ കൊണ്ടുവന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കേക്ക് മാറിയിട്ടില്ലെന്നും ഞാൻ പറഞ്ഞത് തന്നെയാ കൊടുത്തുവിട്ടെന്നും പറഞ്ഞു. ബേക്കറി ഉടമ ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ അർച്ചന ഓർഡർ ചെയ്തത് മാംഗോ ഫ്ലേവർ കേക്ക്. കൊണ്ടുവന്ന ഡെലിവറി ബോയും പറഞ്ഞത് അത് ബേക്കറിയിൽ നിന്ന് അർച്ചനയുടെ കയ്യിൽ എത്തുന്നത് വരെ അത് മാംഗോ ഫ്ലേവർ കേക്ക് ആയിരുന്നുവെന്ന്. അത് ഈ വീട്ടിലെത്തി മുറിച്ചു കഴിച്ചപ്പോ വാനിലായിട്ട് മതിയോ? അതാ സർ എന്റെ സംശയം. അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അർച്ചനയ്ക്ക് അങ്ങനെ ഒരു സംശയം വന്നത് ഈ വീട്ടിൽ ആരെയോ അർച്ചനയ്ക്ക് സംശയമുള്ളതുകൊണ്ടല്ലേ? അങ്ങനെ അർച്ചന ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. ഈ വീട്ടിൽ ആരെയും അങ്ങനെ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല സർ. കാരണം എല്ലാവരും കേക്ക് കഴിച്ചിരുന്നു. തെറ്റ്. എല്ലാവരും കഴിച്ചിട്ടില്ല സർ. അർച്ചനയും ഗർഭിണിയായ സഹോദരിയും കഴിച്ചിട്ടില്ല. എന്താ അർച്ചനെ, ശരിയല്ലേ? അതെ സർ. അതെന്തായിരുന്നു കഴിക്കാതിരുന്നത്? അത് കേക്ക് മാറിപ്പോയെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ ടെൻഷനായി. ബേക്കറിയിൽ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോ പിന്നെ അടുക്കളയിൽ തിരക്കായി പോയി. കേക്ക് മാറിപ്പോയപ്പോ ടെൻഷനായി എന്ന് അർച്ചന ഇപ്പൊ പറഞ്ഞു. അതെന്തിനാ ടെൻഷനായത്? മാംഗോ കേക്ക് ഓർഡർ ചെയ്തു, വാനില കേക്ക് കഴിച്ചു. അതിൽ ടെൻഷനാവാൻ എന്തിരിക്കുന്നു? അതെന്തെങ്കിലും കാരണം കൊണ്ട് ടെൻഷനായതാവാം. അതുപോട്ടെ, അത് പിന്നീട് സംസാരിക്കാം. ഈ നന്ദൻ എന്ന് പറയുന്നത് ഞാനാ സാർ. ഞാനാ സാർ നന്ദൻ.
നന്ദന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഇടയിലാ ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം നന്ദൻ കുറെ കാലം നാട്ടിലില്ലായിരുന്നു അല്ലേ? അതെ അതെ സാർ. നന്ദന്റെ മിസ്സിംഗ് കേസ് പെറ്റീഷൻ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് വായിച്ചിരുന്നു. നന്ദൻ ആ കാലയളവിലുണ്ടായിരുന്ന സ്ഥലത്ത് ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നോ? ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രം പകയുള്ള ശത്രുക്കൾ ആരെങ്കിലും? ഇല്ല സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിലോ ആരെങ്കിലും സംശയമുണ്ടെങ്കിലോ തുറന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമാവുമായിരുന്നു. സർ, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ദേഷ്യമോ പകയോ ഒന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ, ഇപ്പോഴത്തെ കാലമല്ലേ, മനുഷ്യർക്ക് എപ്പോ എന്ത് തോന്നുമെന്ന് അറിയില്ലല്ലോ. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുടെ നാടായത്. അതുകൊണ്ട് ആരെയും പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇക്കാലത്ത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ് സാർ. ഞങ്ങള് ഈ വീട്ടിലുള്ളവരെല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത്. പക്ഷേ ഓരോരുത്തർ വന്ന് കയറി കഴിഞ്ഞപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബന്ധുക്കളായതുകൊണ്ട് സംശയിക്കാനും ആവില്ല. ആ വിശ്വാസവും സ്നേഹവും അവര് മുതലെടുക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. ഈ വീട്ടിൽ അംഗമല്ലാത്ത ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആരാണ്? എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ്. സർ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? മീര. അപ്പോ നിങ്ങളുടെ പേരോ? അവന്തിക. അവന്തിക ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.